ആർജിക്കർ മെഡിക്കൽ കോളേജ് ബലാത്സംഗ കൊലപാതക കേസിലെ പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. സിയാൽദ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. രാകേഷ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. രാകേഷ്, രാജ്യം മുഴുവൻ ശ്രദ്ധിച്ച കേസാണ്. രാജ്യത്താകമാനം പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയ കേസിലാണ് 5 മാസത്തിനുള്ളിൽ വിധി വരുന്നത്. എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടന്നത്? രേണുക, രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ച കൊൽക്കത്ത ആർജിക്കർ ബലാത്സംഗ കൊലപാതക കേസിലെ പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനാണെന്ന് ഇപ്പോൾ സിയാൽദ കോടതി വിധിച്ചിരിക്കുകയാണ്. സിയാൽദ കോടതി ജഡ്ജി അനിർബാൻ ദാസ് ആണ് ഇപ്പോൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് കൊലപാതകമൊപ്പം തന്നെ ബലാത്സംഗം എന്നിവ തെളിഞ്ഞു എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല, കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിചാരണ ഘട്ടത്തിലടക്കം പലപ്പോഴായി പല വിമർശനങ്ങൾ പോലീസിനെതിരെയും ഒപ്പം തന്നെ മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെയും ഉന്നയിച്ചിട്ടുണ്ടെന്ന് തുടങ്ങിയ കാര്യങ്ങളും വിധി പ്രസ്താവത്തിനിടെ ജഡ്ജി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായി. ഏതായാലും സഞ്ജയ് റോയ്ക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കുമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, ചില സൂചനകൾ എന്തായിരിക്കും ശിക്ഷ എന്ന ചില സൂചന കൂടി കോടതി നൽകിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് ഏറ്റവും ചുരുങ്ങിയത് 25 വർഷം തടവോ അല്ലെങ്കിൽ വധശിക്ഷയോ ലഭിച്ചേക്കാം എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും തിങ്കളാഴ്ചയാണ് വിധി പ്രഖ്യാപിക്കുക. കോടതിക്ക് ഹാജരാക്കുന്ന വഴിയിലും കോടതി മുറിയിലും സഞ്ജയ് റോയ് ആവർത്തിച്ച പ്രധാനപ്പെട്ട കാര്യം താൻ തെറ്റുകാരനല്ല എന്നുള്ളതാണ്. കാരണം യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും പുറത്ത് വിലസി നടക്കുന്നുണ്ട് എന്ന് സഞ്ജയ് റോയ് ഇന്നും കോടതി മുമ്പാകെ പറയുകയും ചെയ്തു. ഏതായാലും ഈ വിധി കേട്ട ശേഷം കുടുംബത്തിന്റെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ കോടതി മുറിയിൽ കുടുംബം വിധി കേൾക്കാനായി എത്തിയിരുന്നു. ഈ വിധി പറഞ്ഞ ഉടൻ തന്നെ കുടുംബം കോടതിയോടായി പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളിൽ അർപ്പിച്ച വിശ്വാസത്തെ മാനിച്ചു എന്ന പ്രതികരണമാണ് പെൺകുട്ടിയുടെ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും CBI ഉന്നയിച്ച വാദങ്ങൾ, പ്രത്യേകിച്ച് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു CBI ഈ കേസ് വാദിച്ചത്. ആ വാദങ്ങൾ കോടതി ഇപ്പോൾ ഏതായാലും ഈ ഘട്ടത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഫോറൻസിക് പരിശോധന ഫലം ഈ കേസിൽ നിർണായകമായിരുന്നു. മാത്രവുമല്ല, ചില തെളിവുകൾ ഈ സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തിരുന്നു. പ്രത്യേകിച്ച് ഈ സഞ്ജയ് ശരീരത്തിൽ മൽപ്പിടുത്തം നടന്നതിൻ്റെ പാടുകൾ 5 മുറിവുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ ഈ സ്ഥലത്ത് നിന്ന് സഞ്ജയ് റോയുടെ മുടി കണ്ടെത്തിയിരുന്നു. കൂടാതെ മൊബൈലിൻ്റെ ബ്ലൂടൂത്ത് അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. ഇങ്ങനെ പല തെളിവുകളും CBI ഘട്ടത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ചിരുന്നു. അതൊക്കെ മുൻനിർത്തിക്കൊണ്ടൊരു വാദമാണ് CBI നടത്തിയത്. അങ്ങനെ CBI നടത്തിയിട്ടുള്ള ശാസ്ത്രീയ തെളിവുകളുടെ അടക്കം അടിസ്ഥാനത്തിൽ നടത്തിയുള്ള വാദം ഇപ്പോൾ ഏതായാലും ഈ ഘട്ടത്തിൽ കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. ഏതായാലും മമതാ ബാനർജിയെ സംബന്ധിച്ചും വലിയ ആശ്വാസം നൽകുന്നതാണ് ഈ വിധി. കാരണം രാഷ്ട്രീയ ജീവിതത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ മമതാ ബാനർജി നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രതിരോധം ഒരുപക്ഷെ ആർജിക്കർ കേസുമായി ബന്ധപ്പെട്ടായിരിക്കും. കാരണം 2011 മമതാ ബാനർജി സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വരുന്നത്. ഇപ്പോൾ 14 വർഷം പിന്നിടുമ്പോൾ ആ സർക്കാർ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ സംഭവത്തിന് ശേഷം ഡോക്ടർമാരുടെ സമരമായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളും, സംസ്ഥാനത്തല്ല രാജ്യവ്യാപകമായി തന്നെ വലിയ പ്രതിഷേധങ്ങൾ അലയടിക്കുകയും ചെയ്തു. അങ്ങനെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ഒരു വിഷയം കൂടിയായിരുന്നു. ഈ ഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതികരണവും അത്തരമൊരു സൂചന തന്നെയാണ് നൽകുന്നത്. കാരണം ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ചിലർ ശ്രമിച്ചു, പ്രത്യേകിച്ച് CPM അടക്കമുള്ളവർ ശ്രമിച്ചു എന്ന പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്. തീർച്ചയായും ഇപ്പോൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പ്രതികരണം കൂടി രാഷ്ട്രീയമായി മമതാ ബാനർജിയെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്നതാണ്. രാകേഷ്, ഇവിടെ ഇപ്പോ രാജ്യം തന്നെ ശ്രദ്ധിച്ച കേസാണ്. രാജ്യവ്യാപക പ്രതിഷേധം ഉയർന്ന കേസാണ്. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നൊക്കെ തുടർച്ചയായി ദിവസങ്ങളോളം നീണ്ടുനിന്ന പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ കണ്ട കേസിലാണ് 5 മാസത്തിനുള്ളിൽ വിധി വരുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്ന് കോടതി സൂചിപ്പിക്കുന്നത് പോലെയാണെങ്കിൽ 25 വർഷത്തോളം വരുന്ന ശിക്ഷ പ്രതിക്ക് ലഭിക്കുമെന്നതിന്റെ സൂചനകളാണ്. ഇത് നിർഭയ കേസിന് ശേഷം രാജ്യം ഈ രീതിയിൽ ചർച്ച ചെയ്ത ഒരു കേസിൽ ഇങ്ങനെ ഒരു വിധി വരുന്നത് ഒരു നല്ല സന്ദേശമായിട്ടാണോ? അങ്ങനെ ഒരു മാതൃക കൂടി സൃഷ്ടിക്കുന്ന നടപടികളാണോ ഈ കേസിൽ ഉണ്ടായിട്ടുള്ളത്? നിർഭയ കേസ് രാജ്യത്ത് സ്ത്രീ സുരക്ഷ സംബന്ധിച്ച വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചതെങ്കിൽ ആർജിക്കർ ബലാത്സംഗ കൊലപാതകം ഡോക്ടർമാരുടെ സുരക്ഷ സംബന്ധിച്ച ചർച്ചകളിലേക്കാണ് കടന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഇത് വലിയ പ്രതിഷേധമുണ്ടാക്കിയത് ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല, പ്രത്യേകിച്ച് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നെന്ന ആരോപണം പല കോണുകളിൽ നിന്ന് ഉയർന്നു. കുടുംബം തന്നെ അത്തരമൊരു പരാതി ഉന്നയിക്കുകയും ചെയ്തു. അതിനുശേഷം ഡോക്ടർമാർ നടത്തുന്ന സമരത്തിനിടയിലേക്ക് സാമൂഹ്യ വിരുദ്ധർ അതിക്രമിച്ചു കയറുകയും അവർ അവിടെ വലിയ രീതിയിലുള്ള സംഘർഷം ആർജിക്കർ പരിസരത്ത് ഉണ്ടാവുകയും ചെയ്തു, ആശുപത്രി പരിസരത്ത് ഉണ്ടാവുകയും ചെയ്തു. അതാണ് പിന്നീട് ഈ സമരം
ങ്ങളുടെയൊക്കെ തന്നെ ദിശ മാറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുപോയത്. പ്രത്യേകിച്ച് പിന്നീട് ഹൈക്കോടതി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും CBI അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജി വന്നു. അങ്ങനെ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് മാർഗനിർദ്ദേശങ്ങൾ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരുടെ ഡോക്ടർമാരുടെ അടക്കം സുരക്ഷ സംബന്ധിച്ച മാർഗനിർദ്ദേശം പുറത്തിറക്കാനുള്ള നിർദ്ദേശവും കോടതി നൽകിയത്. ബംഗാളിലെ അടക്കം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും CCTV ക്യാമറകളിൽ സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിന്റെ ഭാഗമായി സ്ഥാപിച്ചത് ഈ കേസിന് തൊട്ട് പിന്നാലെയാണ്. ഒപ്പം തന്നെ ഇവർക്കായുള്ള ഡോക്ടർമാർക്കായുള്ള വിശ്രമ മുറികൾ തുടങ്ങിയ നിർദ്ദേശങ്ങളും അതിന്റെ ഭാഗമായി വരികയും ചെയ്തു. അങ്ങനെ രാജ്യത്താകമാനം ഡോക്ടർമാരുടെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ സംബന്ധിച്ച വലിയ ചർച്ചകൾക്ക് വഴിവെച്ച കേസാണ് ഈ ആർജിക്കർ ബലാത്സംഗ കൊലപാതകം. അങ്ങനെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു കേസിലാണിപ്പോൾ 5 മാസം ഏതാണ്ട് 162 ദിവസം കഴിയുമ്പോൾ വിധി വന്നിരിക്കുന്നത്. ഏതായാലും CBIയെ സംബന്ധിച്ചും വിജയമെന്ന് തന്നെ അവർക്ക് അവകാശപ്പെടാം. കാരണം വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു, വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് CBI ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നതും തെളിവുകൾ നിരത്തിക്കൊണ്ട് ഈ കേസ് വാദിച്ച് ജയിപ്പിക്കുന്നതും. തീർച്ചയായും എന്തായാലും അങ്ങനെയൊക്കെ ഏറെ പ്രാധാന്യമുള്ള കേസിലാണ് ഇപ്പോൾ പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. ER രാഗേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.